മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജൂലൈ മാസത്തിൽ വായിച്ച പുസ്തകങ്ങളായിട്ടാണ്. ജൂലൈ മാസത്തിൽ ഞാൻ ആകെ 11 ബുക്സ് ആണ് വായിച്ചത്. അപ്പൊ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്കെല്ലാം പരിചയപ്പെടാം. ആദ്യത്തേത് ഊതാണ്. ഊത് പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത് DC ബുക്സ് ആണ്. 150 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. അതുപോലെ ഞാൻ ഗന്ധർവൻ എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ അതിനകത്തുണ്ടായിരുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയും ഗന്ധർവനും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ. അപ്പം അതിനെ പ്രമേയമാക്കി അല്ലെങ്കിൽ അതുപോലെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിക്കാണ് ഇതിനകത്ത് ജിന്നാണ് വന്നിരിക്കുന്നത്. പക്ഷെ വ്യത്യസ്തത ഒരുപാടുണ്ട്. അതിന്റെ പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ നല്ല രസകരമായിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്തായാലും വായിക്കേണ്ടിയിരിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും ഈ പുസ്തകം ഇതുവരെ വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വായിക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. ഊത് എഴുതിയിരിക്കുന്നത് ഷംന ഹിഷാമാണ്. അപ്പോ നല്ല റൈറ്റിംഗ് ആണ് ആളുടെ. എഴുത്തിന്റെ നമുക്ക് വേഗം വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകം കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. നല്ലൊരു പുസ്തകമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോ ഊത് ബൈ ഷംന ഹിഷാം. അടുത്തത് ദുസ്വപ്നം പൂക്കുന്ന മരമാണ്. കൃഷ്ണകുമാർ മുരളീധരനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതുപോലെ ലോഗോസ് ആണ് പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത്. വില 130 രൂപയാണ്. ഇതിനകത്ത് ചെറുകഥകളാണ്. ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ കുറച്ച് ഭീതിപ്പെടുത്തുന്ന രീതിക്കുള്ള കുറച്ച് കഥകളാണ് ഇതിനകത്തുള്ളത്. ചിലത് നമുക്ക് വളരെ രസകരമായിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്, മൈ വ്യൂസ് ബൈ ലക്ഷ്മിയിൽ. അപ്പൊ നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി. അപ്പൊ നല്ല രസകരമായിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. തീർച്ചയായിട്ടും വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കുക. അപ്പോ ഇതായിരുന്നു ദുസ്വപ്നം പൂക്കുന്ന മരം ബൈ കൃഷ്ണകുമാർ മുരളീധരൻ. അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന ഒരു റൈറ്ററാണ് SK ഹരിനാഥ്. SK ഹരിനാഥിന്റെ കറുത്തച്ഛൻ വായിക്കാത്തവരായിട്ട് വളരെ കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിന്റെ വേറൊരു പുസ്തകമാണ് കുമരൻ. ഇത് പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത് ബുക്ക് ക്യാരി ആണ്. അതുപോലെ തന്നെ 200 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. 5 കഥകളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കേട്ടോ. നല്ല രസകരമായിട്ട് എഴുതിയിട്ടുണ്ട്. കറുത്തച്ഛനായിട്ട് ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യരുത്. കാരണം ഇത് രണ്ടും രണ്ട് രീതിയിലാണ്. ഭീതിപ്പെടുത്തുന്ന സ്റ്റോറി ആണെങ്കിൽ പോലും എഴുതിയ ഒരു രീതിയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഹൈലൈറ്റ് ആവുന്നത്. പേടി നമുക്ക് അത്രയും കറുത്തച്ഛനെ പോലെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ വളരെ നന്നായിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് SK ഹരിനാഥിന്റെ. അപ്പൊ കുമരൻ 200 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണിത്. അടുത്തത് ഒരു പ്രേത മാന്ത്രിക നോവലാണ്. ഒരു അഭിസാരിക പ്രേതത്തിന്റെ പൂർവ്വജന്മ സ്മരണകൾ എന്നാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. സുനിൽ പരമേശ്വരനാണ് കേട്ടോ. ഈ പുസ്തകത്തിന്റെ വില 125 രൂപയാണ്. ഹേമാംബിക ആണ് ഇതിന്റെ പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത്. ഇതിനകത്ത് പ്രേതമാന്ത്രിക നോവൽ എന്ന് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകം വായിക്കുന്നത്. ഈ പുസ്തകത്തിലെ കഥ പേടിപ്പെടുത്തുക എന്നുള്ളതിനേക്കാൾ കൂടുതലും ആ പോയ വഴികളാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ അനന്തഭദ്രം വളരെ ഫേമസ് ആയിരുന്നു. ആ ഒരു കഥയാണ് സിനിമയായിട്ട് വന്നിരിക്കുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രസകരമായിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകമാണ് ഞാൻ വായിച്ചത്. ഇനിയും എന്തായാലും തീർച്ചയായിട്ടും അടുത്ത പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. 37 പുസ്തകങ്ങൾ ഓൾറെഡി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു പുസ്തകമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കാണ്. മാന്ത്രിക നോവലൊക്കെയാണ്. ഓക്കെ. അപ്പൊ അടുത്തത് അശു ആണ്. അശു അയ്യപ്പന്റെ ഓട്ടപ്പാച്ചലിന്റെ കഥ. ദേവദാസ് VM ആണ് ഇതിന്റെ റൈറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ മാതൃഭൂമി ബുക്സ് ആണ് ഇതിന്റെ പബ്ലിഷർ. വില 280 രൂപയാണ്. വളരെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. നമ്മൾ പണി, തുടരും ഈ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും. ആ ഫീൽ എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ അതേ ഒരു ഫീല് നമുക്കൊരു ബുക്കിലൂടെ കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം ഒരു വ്യത്യാസപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഇല്ലുസ്ട്രേഷൻസും ഉണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്ക് ഓരോ കഥാപാത്രങ്ങളുടെ ഒരു രൂപരേഖ നമുക്ക് കിട്ടും ഈ ഒരു ഇല്ലുസ്ട്രേഷൻസ് വഴി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് എഴുതിയിരിക്കുന്ന, നന്നായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂവും ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. അടുത്തത് സ്വപ്ന ശശിധരന്റെ ഐറിൻ ജസീന്തയും ദി പെർഫെക്റ്റ് എഡിറ്റും. ഇതിനകത്ത് 3-4 കഥകളാണ് ഉള്ളത്. അപ്പൊ ഓരോ കഥയിലാണ് ഈ പേരുകളൊക്കെ വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകം മാൻകൈൻഡ് ലിറ്ററേച്ചർ ആണ് പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ 150 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. ഷോർട്ട് സ്റ്റോറീസ് ആണ് ഇതിനകത്തുള്ളത്. പക്ഷെ നല്ല രസകരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു വ്യത്യസ്തതയുള്ള ഒരു പുസ്തകം തന്നെയാണിത്. അപ്പോൾ സ്വപ്ന ശശിധരന്റെ ഐറിൻ ജസീന്തയും ദ പെർഫെക്റ്റ് എഡിറ്റും ഒരു ഡിഫറെന്റ് പേരും കൂടിയാണല്ലേ. അടുത്തത് പത്മരാഗ മാളികയാണ്. ശ്രീനി ഇളയൂറിന്റെ ആണ്. ഇത് മാൻകൈൻഡ് ആണ് ഇതിന്റെയും പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത്. 199 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. അതുപോലെ തന്നെ ഈ പുസ്തകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ്. കാരണം ഭീതിപ്പെടുത്തുന്ന കുറച്ച് സ്റ്റോറീസ് ആണുള്ളത്. ഷോർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. സാധാരണ രീതിക്ക് 2-3 പേജസ് ഒക്കെ അല്ലേ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഇതൊരു 5-6 പേജസ് ഒക്കെ ഒരു കഥയിൽ ഉണ്ടാവും. പക്ഷേ ഇതിന്റെ അവസാനം നമുക്കൊരു പോയിന്റിൽ ഇട്ട് തരും.
എന്നിട്ട് നമ്മളോട് ചിന്തിക്കുക, നിങ്ങൾക്ക് പൂരിപ്പിക്കാം എന്നുള്ള രീതിക്കാണ് റൈറ്റർ നമ്മൾക്ക് ഇട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ക്ലൈമാക്സ് നമുക്ക് ഏകദേശം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതെനിക്ക് കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ഒരു ഫീലാണ് എനിക്ക് കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾക്കും കൂടി ഒരു ഇത് കിട്ടുകയാണ് ഇതിനകത്ത്. വായന മാത്രമല്ല, കുറച്ച് ചിന്തിപ്പിക്കുകയും കൂടി ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ശ്രീനി ഇളയൂരിന്റെ പത്മരാഗ മാളികയായിരുന്നു ഈ പുസ്തകം. നല്ല പുസ്തകമാണ്, വായിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചോളൂ, നല്ല പുസ്തകമാണ്. അടുത്തത് പ്രീമ ഫൈസി ആണ്, നിഖിലേഷ് മേനോന്റെ. 250 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. DC തന്നെയാണ് ഇതിന്റെ പബ്ലിഷർ. അതുപോലെ നിഖിലേഷ് മേനോന്റെ പ്രീമ ഫൈസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഡൊമസ്റ്റിക് ത്രില്ലേഴ്സ് എന്ന് പറയില്ലേ. കാരണം ഡൊമസ്റ്റിക് ത്രില്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോ ആയിട്ടുള്ള എന്തെങ്കിലും ക്രൈംസ് നടക്കുകയാണ് എങ്കിൽ അങ്ങനത്തെയാണ് ഈ ഡൊമസ്റ്റിക് ത്രില്ലർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഫോമുലയാണ് ഇതിനകത്തുള്ളത്. ആ ഒരു കാറ്റഗറി പെട്ട പുസ്തകമാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു പുസ്തകമാണ്. അപ്പോ തീർച്ചയായിട്ടും വായിക്കാവുന്ന ഒരു പുസ്തകമാണ്. ത്രില്ലേഴ്സ് ആസ്വദിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കുഴപ്പമില്ലാത്തൊരു പുസ്തകമാണ്. അടുത്തത് കൊക്കരക്കൊക്കോ ആണ്. ഇതൊരു ബാലസാഹിത്യമാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഗോകുൽ ജയരാജനാണ്. ഇത് ഡാർക്ക് ഡോട്ട് ആണ് പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത്. 165 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. ബാലസാഹിത്യം കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത്. എന്നോട് ചിലർ ചോദിക്കാറുണ്ട് ബാലസാഹിത്യത്തിൽ നല്ല പുസ്തകങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ പറയാൻ പറ്റുന്നതാണ്. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സ്റ്റോറീസ്, ആക്ച്വലി ഒരു ഫാമിലിയാണ് ഇതിനകത്ത് എല്ലാ കഥകളിലെയും മെയിൻ പാർട്ട് വരുന്നത്. അവരാ ഓരോ എന്താ പറയാ, അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ എക്സ്പീരിയൻസസ് ലാസ്റ്റ് ആകുമ്പോൾ കുറെ മോറൽ വാല്യൂസ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു രീതിക്കാണെങ്കിൽ അവർക്കും കുറച്ച് റിലേറ്റബിൾ ആയിരിക്കും. അവർക്ക് അതുകൊണ്ട് കുറച്ച് അഡ്വാൻറ്റേജസും ഉണ്ടാവും. അപ്പൊ അതാണ് കൊക്കരക്കൊക്കോ. ഇത് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത്. അടുത്ത പുസ്തകം സൈറയാണ്. ഹൊറർ നോവലാണ് ആക്ച്വലി. അനുരാഗ് ഗോപിനാഥിന്റെ ആണ്. അതുപോലെ ബുക്കാരി ആണ് ഇതിന്റെ പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത്. 250 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. അപ്പോ ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ കോഡെക്സ് ഗിഗാസിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പും യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. നല്ലൊരു പുസ്തകമായിരുന്നു കോഡെക്സ് ഗിഗാസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ത്രില്ലർ എലമെന്റ്സ് ഒക്കെ നൽകുന്നതായിരുന്നു. അപ്പൊ അതൊരു ക്രൈം ത്രില്ലർ കൂടിയാണ് കേട്ടോ. ഇപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹൊറർ ആണ്. ഒരുപാട് നമ്മളെ ഇന്ത്യൻസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഹൊറർ ബുക്സിന്റെ മാത്രമായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് അടുത്തൊരു ബ്ലോഗിൽ. അപ്പൊ അതിനകത്ത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. ഹൊറർ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ അനുരാഗ് ഗോപിനാഥിന്റെ സൈറ. ഇനി അടുത്തത് ദ പവർ നാപ്പ് ആണ്. ഇത് ഇംഗ്ലീഷ് ബുക്കാണ്. ഇതിന്റെ പബ്ലിഷർ വന്നിട്ട് യൂണിക്കോഡ് സെൽഫ് പബ്ലിഷിംഗ് കമ്പനിയാണ്. 140 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. വിശാഖ് രാമോഹൻ ആണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് 25 സ്റ്റോറീസ് ആണുള്ളത്. 25 സ്റ്റോറീസും വളരെ ഇൻട്രസ്റ്റിംഗും ലോജിക്കലും ആയിട്ടുള്ള കുറെ കഥകളാണ് ഇതിനകത്തുള്ളത്. നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. ഇതിനകത്ത് മനുഷ്യന്മാര് മാത്രമല്ല, കുറെ എന്താ പറയാ ആനിമൽസും അതുപോലെ ജീവികളും എല്ലാം ഉൾപ്പെടുന്ന കഥകളാണ്. ഓരോന്നും വില്ലന്മാരൊക്കെ അവരൊക്കെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകം തന്നെയാണിത്. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ബുക്ക് വായിക്കണം. എനിക്ക് സ്റ്റാർട്ടിങ് ഒരു ചെറിയ ബുക്കിൽ വേണം. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു പുസ്തകം കൂടിയാണ് ദ പവർ നാപ്പ്, വിശാഖ് രാമോഹന്റെ. ഇത്രയും പുസ്തകങ്ങളാണ് ഞാൻ ഈ കഴിഞ്ഞ മാസം വായിച്ചത്. എനിക്ക് എല്ലാ പുസ്തകങ്ങളും ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ വ്യത്യസ്തതയാർന്നതായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ വായിച്ചത് ഹൊറർ ജോണറിലായിരുന്നു. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിരാശപ്പെടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പൊ വീണ്ടും ഇതുപോലത്തെ ഒരു പുസ്തകത്തിന്റെ വ്ലോഗുമായിട്ട് വരുന്നത് വരെ, ദിസ് ഇസ് രാജലക്ഷ്മി സൈനിങ് ഓഫ്.